വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടുഡേ സെയിം ഡേ സെക്കൻഡ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ഡേയ്സ് ആയിട്ട് ഇതിനെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ മേക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് ഇടണോ വേണ്ടയോ എന്നുള്ളത്. സോ ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോനൊരു മൈൽഡ് വേർഷൻ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാമെന്ന് വെച്ചു. നമ്മുടെ കഴിഞ്ഞ ഡേയ്സിലൊരു ഭയങ്കര ഒരു ടോപ്പിക്കായിരുന്നു നമ്മുടെ ഒരു ഡെൻ്റൽ സ്റ്റുഡൻറ്റിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് കുറേ ഫാക്ടേഴ്സ് പറഞ്ഞു. ലൈക്ക് ടീച്ചേഴ്സിൻ്റെ ടോർച്ചറിങ് പറഞ്ഞു, അതുപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഒരു ഡെൻ്റൽ സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ നിങ്ങൾ ചിലരൊക്കെ പെട്ടെന്ന് ചാടി കയറി അങ്ങ് കോഴ്സ് എടുക്കുന്നത് കാണാം. ഡെൻ്റലാണ് എന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് അങ്ങ് പോയി എടുക്കുന്നതാണ്. ബട്ട് ഡെൻ്റൽ ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി കോഴ്സ്. അത് ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ബിക്കോസ് നമ്മൾ ഇതുവരെ 17th വരെ പഠിച്ചതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അക്കാഡമിക് കരിക്കുലായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ 10th and +2 വി വിൽ ബി ദ ടോപ്പേഴ്സ് ഓഫ് ദാറ്റ് കോളേജ് അല്ലെങ്കിൽ ഓഫ് ദാറ്റ് സ്കൂൾ. ബട്ട് ഡെൻ്റലിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ ടോപ്പേഴ്സ് നേരെ കയറിയിട്ട് ഒരു ലാസ്റ്റ് ബെഞ്ചസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. പിന്നെ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ എക്സ്ട്രീം സ്ട്രാറ്റജിക് ആയിരിക്കും. ഈവൻ നമുക്ക് ഇങ്ങോട്ട് ടോർച്ചേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നമ്മൾ അങ്ങോട്ട് അധികം റെസ്പോണ്ട് ചെയ്തിരിക്കില്ല. കരഞ്ഞ് കാല് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻറ്റേർണൽ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടാകും. പിന്നെ വളരെ പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നവർക്ക് പോലും സ്ട്രെസ്സും ചില സമയത്ത് നല്ല മിക്കവാറും ചുവട് പിഴിക്കുന്ന ഒരു കോഴ്സ് ഡ്യൂറേഷനാണ്. പിന്നെ ഇത് 5.5 years ഓഫ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഇറ്റ് മേ എക്സ്റ്റെൻഡ്. നിങ്ങൾ വല്ല മോഡ സ്വഭാവമൊക്കെ കാണിച്ചു കഴിഞ്ഞാലും പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു റൂഡ് ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചാലോ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ചിലരൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഒരു 5 years കോഴ്സിന് വന്നിട്ട് 10 years ഒക്കെ ആയിട്ട് മുടിയൊക്കെ നരച്ചിട്ട് ഇറങ്ങിയവരൊക്കെ ഇസ്. അപ്പം അങ്ങനെയുള്ള അതൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പോസ്റ്റ് ശ്രദ്ധിക്കുകയുണ്ടായി, ബോഡി ഷേമിങ്. അതും നമുക്ക് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കോഴ്സുകളിൽ നിന്നല്ല ഇങ്ങനത്തെ കോളേജ് അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ ഉണ്ടാകും. ദാറ്റ് ഈസ് ഡെഫിനിറ്റ്. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ബട്ട് ഇറ്റ് വിൽ ബി ദർ. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ കോൺവെക്കേഷൻ്റെ പ്രോഗ്രാംസിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിള്ളേർ, വളരെ കളറൊക്കെ ഉള്ള പിള്ളേർ മാത്രം കോൺവെക്കേഷനിലൊക്കെ മുൻനിർത്തുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സെലക്റ്റീവായിട്ടാണ് ഈവൻ ഈ പ്രോഗ്രാംസൊക്കെ നടത്തുന്ന ആളുകൾ അത് ചെയ്യുന്നത്. ഒരു സ്റ്റുഡൻ്റായിട്ട് പോയിട്ട് ഒരു കോളേജിലോട്ട് പോയിട്ട് അത് അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യമൊന്നും ആക്ച്വലി ഇല്ല. ബിക്കോസ് അതൊക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്, അങ്ങനെ പിള്ളേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ടീച്ചേഴ്സിന് അതിൻ്റേതായിട്ടുള്ള പവർ ഉണ്ട്. അവർ വേണമെങ്കിൽ നിങ്ങൾ മോഡ സ്വഭാവമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ മാർക്സ് ഹോൾഡ് ചെയ്യും. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് നോട്ട് ഈസി. അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ തിയറി, പ്രാക്ടിക്കൽ, പിന്നെ നമ്മൾ തന്നെ പേഷ്യൻസിനെ കൊണ്ടുവന്ന് അത് അസസ് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയും കൂടിയാണിത്. സോ പിന്നെ ഇത് കോഴ്സ് കിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു പേ എ ഹ്യൂജ് ഫൈൻ. 10 lakh ആവാം, 15 lakh ആവാം, മേ ബി മോർ. NRI സെറ്റ്സിനൊക്കെ 35 lakhs ഒക്കെ കോമ്പൻസേഷൻ ഫീ കൊടുത്ത ശേഷം മാത്രം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വിട്ടു തരത്തുള്ളൂ. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ടീച്ചേഴ്സിൻ്റെ ടോർച്ചറിങ്ങും കാരണമൊക്കെ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡെത്തിന് കാരണമായിട്ടുണ്ടാകും. കാരണം ആ കുട്ടി കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ അവരോട് ഓപ്പോസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചും അതുപോലെ തന്നെ ഹ്യൂജ് റെസ്പോൺസ് ഉണ്ടാകും. അപ്പം ഈ കാര്യങ്ങൾ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ വളരെ ഹാർഷായിട്ടായിരുന്നു സംസാരിച്ചത്. സോ ഐ റിവൈസ്ഡ് ഇറ്റ് മെനി ടൈംസ്. ആഫ്റ്റർ ദാറ്റ് ഐ എം പോസ്റ്റിംഗ്. സോ ബൈ.